സൂപ്പർ സാറാണ്. +2 സേ അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് അടുത്ത വർഷം എഴുതാൻ ഒത്തിരി കുട്ടികളുണ്ട്. ഈ വർഷം തോറ്റവരും ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നമുക്ക് അടുത്ത വർഷം +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതാനുണ്ട്. ഇതിൻ്റെ സമയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഈ വർഷം ആദ്യമായിട്ട് തന്നെ ഒരു മാറ്റമുണ്ടായി. എല്ലാ വർഷങ്ങളിലും അതാത് വർഷങ്ങളിൽ നടക്കുന്നതുകൊണ്ട് ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് +1 ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചൊരു തീരുമാനമായി. അവർക്ക് +2 നന്നായിട്ട് പഠിക്കാനുള്ളൊരു അവസരം ഇട്ട് വരുന്നു. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ട് അത് സെക്കൻഡ് ഇയറിലോട്ട് മാറി. അപ്പോൾ ഇപ്പോൾ +2 കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവർ +2 സേ എഴുതിയിട്ടും ഫെയിലായിട്ടുള്ളവർക്ക് ഇനിയിപ്പം ഒരു വർഷത്തെ ഏകദേശം ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കുട്ടികളും എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ രീതിയിൽ കൂടെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. നല്ല ചൂടായിരുന്നു, അല്ലെങ്കിൽ നല്ല സീരിയസ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഫെയിലായ ശേഷം ഉടനെ എനിക്ക് പഠിച്ചിരി ജയിക്കണമെന്ന്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ഒരു എക്സാം തൊട്ട് മുമ്പേ എനിക്ക് എളുപ്പം പഠിച്ച് പാസ്സാകണം എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. അവർ പറയുന്ന ടൈമിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനിയുള്ളത് നമുക്ക് അടുത്ത വർഷത്തെ സാധ്യതയാണുള്ളത് +1 ഇംപ്രൂവ്മെൻറ്റും പിന്നെ നെക്സ്റ്റ് +2 സേ അല്ല, ആദ്യം +2 റെഗുലർ കഴിഞ്ഞിട്ടേ സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ എക്സാം എന്തായാലും ഇത്തിരി നേരത്തെ ആവാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി ലേറ്റാക്കാം, മീൻസ് +2വിൻ്റെ അതേ ആ റെഗുലർ ടൈമിൽ തന്നെ ആവാനുള്ള സാധ്യത കുറവായിരിക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് +1 ഇംപ്രൂവ്മെൻറ്റ് നടക്കും. അത് ഇത്തിരി മുന്നിലായിട്ടായിരിക്കും, ഒത്തിരി അടുത്തായിരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് തുടങ്ങിക്കോണം. ഈ ലാസ്റ്റിൽ പഠിക്കാനിരിക്കുന്ന ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചവരുണ്ട്. ഒത്തിരി കുട്ടികൾ ലാസ്റ്റിൽ പഠിക്കാനിരിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മനോഭാവം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ച് വന്നതും ഒക്കെ ആ രീതിയിൽ കൂടെയായിരുന്നു. ലാസ്റ്റ് നിമിഷം പഠിക്കുക. ഇപ്പോഴും അത് തന്നെ അവർ ഫോളോ ചെയ്യുക. ആ രീതി ഫോളോ ചെയ്തപ്പോഴാണ് ഇത് ഫെയിലായത്. ഇനി അത് ഫോളോ ചെയ്തിട്ട് ആ മണ്ടത്തരം ഒരിക്കലും ആരും കാണിക്കരുത്. നമ്മൾ ഓരോ കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പാവുന്ന രീതിയിൽ കൂടെ വേണം പാസ്. അതും പ്രത്യേകിച്ച് പഠിത്തം. അവിടെ നമുക്കൊരു കോംപ്രമൈസ് ഇല്ല, വേറെ ഒരു കാര്യവുമില്ല. പഠിച്ച് ജയിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അതിനൊരു പടി മുന്നിൽ ഇപ്പം നമുക്ക് ജയിക്കാൻ 18 ആണെങ്കിൽ 36 ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അല്ലാതെ ഒരു 20 മാർക്ക് എനിക്ക് കിട്ടും അല്ലെങ്കിൽ 25 മാർക്കിനുള്ള ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യൻസുകൾക്കും 6 മാർക്കുള്ളത് 3 മാർക്കാവാം, 4 മാർക്കുള്ളത് ചിലപ്പം 2-2.5 മാർക്കാവാം, 3 മാർക്കുള്ളത് 1.5 ആവാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ പകുതിയേ എത്തുള്ളൂ. ഇപ്പം 25 എഴുതിയെങ്കിൽ നിങ്ങൾക്കൊരു 12 അല്ലെങ്കിൽ 13 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ജയിക്കാൻ സാധ്യത പിന്നെയും പോകും. അതുകൊണ്ട് നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 മാർക്ക് വേണമെങ്കിൽ 36 ഉറപ്പിച്ച് പഠിച്ചുകൊണ്ട് പോകണം. എന്നെങ്കിലേ ക്വസ്റ്റ്യൻ ഇത്തിരി ടഫായ പോലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഇത്തിരി മുന്നോട്ടാണെങ്കിലും നിങ്ങളുടെ സമയം ആ ഉള്ളതിനുള്ളിൽ തീർത്തോണം. ഒത്തിരി കുട്ടികൾ ലേറ്റായിട്ട് പഠിച്ചു തുടങ്ങി പാസ്സാവാനിരിക്കുക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. ഇപ്പോൾ പഠിച്ചോണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ക്ലാസ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രിക്കുള്ള +1 ആൻഡ് +1 ഇംപ്രൂവ്മെൻറ്റും +2 സേയും നല്ല രീതിയിൽ കൂടെ തന്ന് പഠിപ്പിച്ച് ജയിപ്പിച്ച് തരും എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. കാരണം ഇത്തിരി കൂട്ടി തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. മീൻസ് ഉറപ്പിച്ചിരിക്കണം, കഴിഞ്ഞ വർഷത്തേനേക്കാളും ഇത്തിരി കൂടുതൽ പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് ഒന്നിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നല്ല രീതിയിൽ കൂടെ നിങ്ങളെ ജയിപ്പിക്കുന്ന കാര്യം നമ്മൾ ഏറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കണം. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കാരണം നിങ്ങളെപ്പോഴും ഈ കാര്യം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പുതിയ കോഴ്സിന് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ കൂടെ കണ്ട് ഇവൻ്റെ ഇമ്പോർട്ടൻസോടെ മനസ്സിലാക്കി വേണം രണ്ടുകൂടെ കൈകാര്യം ചെയ്തു പോകാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.